ഫസ്റ്റ് വൺ, ഇന്റർ മിയാമി MLS-ന്റെ കിരീടം ചൂടുമോ? രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ലിവർപൂൾ വിയസ് റിയൽ മാഡ്രിഡ് മത്സരത്തിന്റെ ക്ലാഷ് എന്തായിരിക്കും? അതുപോലെ തന്നെ സെയിം ടൈം KBFCയിലെ നിലവിലെ സ്ട്രൈക്കർ അടിപൊളി പെർഫോമൻസ് ആണ് കാണിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സമയം കളയേണ്ട, ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇന്റർ മിയാമി MLS കിരീടം ചൂടുമോ എന്നാണ് ചോദ്യം. ഇന്റർ മിയാമി വിയസ് നാഷ്വിൽ മത്സരം 2 മത്സരങ്ങൾ അവസാനിച്ചു. ഒന്ന് ഇന്റർ മിയാമി ജയിച്ചു, മറ്റൊന്ന് നാഷ്വിൽ ജയിച്ചു അല്ലേ. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു മത്സരം എന്ന് പറയാം അല്ലെ. അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു മത്സരം. കാരണം ലയണൽ മെസ്സിക്ക് അടുത്ത ഒരു ഹോം മാച്ച് ആണ് വരാൻ പോകുന്നത്. സോ മെസ്സിയുടെ ഒരു ഹീറോയ്സ് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത ഒരു മത്സരം എന്ന് തോന്നുന്നുണ്ടോ? നെവർ. കാരണം മെസ്സി സൈൻ ചെയ്ത സമയത്തുള്ള ഒരു MLS-ലെ ടീമുകളല്ല ഇപ്പോൾ. എല്ലാ ടീമുകളും അതിനടുത്ത് മെച്ചപ്പെട്ട ഒരു സ്ക്വാഡ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇന്റർ മിയാമിയുടെ സ്ക്വാഡ് അത്ര സ്ട്രെങ്തഡ് ആണെങ്കിലും ചിലപ്പോൾ ഇതുപോലത്തെ തോൽവികൾ വന്നേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മെസ്സിയുടെ എല്ലാ ഫാൻസും റെഡി ആയിക്കോ. നവംബർ 9 രാവിലെ മെസ്സിയുടെ ഒരു ഹീറോയ്സ് എന്തായാലും കാണാൻ പറ്റും. ദ സെക്കൻഡ് വാസ് റിയൽ മാഡ്രിഡ് വിയസ് ലിവർപൂൾ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിവർപൂളിന്റെ ഒരുപാട് നെഗറ്റീവ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആലിസൺ ഇൻജുർഡ് ആണ്, കളികളത്തിലില്ല. സോ അത് ഫസ്റ്റ് നെഗറ്റീവ് ആണ്. രണ്ടാമത്തെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള 10 മത്സരങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 6 മത്സരം ലിവർപൂൾ ഫെയിൽ ആണ് അല്ലെ. അതൊരു രണ്ടാമത്തെ നെഗറ്റീവ് ആണ്. മൂന്നാമത്തെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ UEFA ചാമ്പ്യൻസ് ലീഗ് എടുത്തു നോക്കിക്കോട്ടെ, അതുപോലെ തന്നെ ലിവർപൂൾ കളിക്കുന്ന പ്രീമിയർ ലീഗ് എടുത്തു നോക്കിക്കോട്ടെ, ഒരുപാട് ഗോളുകൾ ലിവർപൂൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. സോ ഡിഫൻസ് ലിവർപൂളിന്റെ വീക്ക് ആണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിലും അത്ര മികച്ച പെർഫോമൻസ് ഇല്ല. സ്ട്രൈക്കറിലേക്ക് നോക്കുകയാണെങ്കിലും ലിവർപൂളിന്റെ നിലവിലെ സ്ട്രൈക്കറും കമ്പയർ ടു റിയൽ മാഡ്രിഡിന്റെ സ്ട്രൈക്കറും നോക്കുകയാണെങ്കിൽ റിയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പ ഇറ്റ്സ് പീക്ക് ലെവൽ ഓഫ് ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കമ്പയർ ടു റിയൽ മാഡ്രിഡ് ഒരുപാട് നെഗറ്റീവ്സ് ആർക്കുണ്ട്? ലിവർപൂളിനുണ്ട്. ഇനി സെയിം ടൈം റിയൽ മാഡ്രിഡിന്റെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന്, റിയൽ മാഡ്രിഡിന്റെ കിടിലൻ ഗോൾ കീപ്പർ കോർട്ടോയ്സ് അവിടെ ഇപ്പോഴും പിച്ചിലുണ്ട്. രണ്ടാമത്, സാബി അലോൺസോ ഡിഫൻസിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ് റീസെന്റ് ആയിട്ടുള്ള റിയൽ മാഡ്രിഡിന്റെ ഫോമിന് കാരണം. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ബെല്ലിംഗം തിരിച്ച് ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. സെയിം ടൈം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗുള്ളറിന്റെയും അതുപോലെ തന്നെ കിലിയൻ എംബാപ്പന്റെയും ആ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. അത് കിടിലനായിരിക്കും. അത് അടുത്ത കളിയിലും എൻഫീൽഡിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പ പീക്ക് ലെവൽ ഫോമിലാണ്, സ്ട്രൈക്കറും അടിപൊളിയാണ്. സോ ഇത്രയ്ക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലിവർപൂളിന്റെ സൈഡിലുണ്ട്, ഇത്രയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റിയൽ മാഡ്രിഡിന്റെ സൈഡിലുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി റിയൽ മാഡ്രിഡ് തീർച്ചയായിട്ടും എൻഫീൽഡിൽ ലിവർപൂളിനെ മുട്ടുകുത്തിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയാണ്, കളി കണ്ടോ മക്കളെ, റിയൽ മാഡ്രിഡ് അത് അടിച്ചിരിക്കും. ദ സെയിം ടൈം KBFCയുടെ നിലവിലെ സ്ട്രൈക്കർ ഒരു കിടിലൻ പെർഫോമൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ കപ്പിൽ 2 മത്സരങ്ങൾ അവസാനിച്ചു, 3 ഗോളുകൾ അടിച്ചു അല്ലെ. അതുകൊണ്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കൻ ക്ലാപ്പ്. ബട്ട് മുംബൈ സിറ്റിയുമായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്ട്രൈക്കർ, നമ്മളുടെ പുതിയ സ്ട്രൈക്കർ എങ്ങനെ കളിക്കും നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ബിസിലടിക്കാം, ക്ലാപ്പ് അടിക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് പറയാനുള്ള മെയിൻ കാരണം ഞാൻ ഈ പറഞ്ഞ 3 കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ അവസാനിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.